പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി ഉയർത്തി ഇസ്രായേൽ ഇറാൻ സംഘർഷം മുറുകുകയാണ്. തുടർച്ചയായ രണ്ടാം ദിനവും ഇസ്രായേൽ ഇറാനിൽ വൻ ആക്രമണമാണ് അഴിച്ചുവിട്ടത്. ടെഹ്റാനിലെ പ്രതിരോധ മന്ത്രാലയത്തിലും എണ്ണ സംഭരണ കേന്ദ്രത്തിലും ഇസ്രായേലും ബോംബിട്ടു. ഇറാന്റെ തിരിച്ചടിയിൽ ഇസ്രായേലിൽ 7 പേർ കൊല്ലപ്പെട്ടു. മിസൈൽ നേരിട്ട് പതിച്ച ബത്യാം പ്രദേശത്തെ കെട്ടിടത്തിലെ 3 പേരടക്കം കൊല്ലപ്പെട്ടവരിലുണ്ട്. ഹൈഫയിലും വൻ നാശനഷ്ടമുണ്ടായി. 35 പേരെ കാണാനില്ലെന്ന് സിവിൽ ഡിഫൻസ് അറിയിച്ചു. ആക്രമണം അവസാനിപ്പിക്കണമെന്ന് UN സെക്രട്ടറി ആവശ്യപ്പെട്ടു. അഫ്താബ് റഹ്മാനാണ് വിവരങ്ങളുമായി ചേരുന്നത്. അഫ്താബ്, അവസാന മണിക്കൂറിലും ഇറാൻ ഇസ്രായേൽ സംഘർഷം എത്രത്തോളം രൂക്ഷമായി തന്നെ തുടരുന്നു? ഇറാൻ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളിൽ എത്ര വലിയ നാശനഷ്ടമാണ് ഇസ്രായേലിൽ സംഭവിച്ചിട്ടുള്ളത്? ദിവ്യ, ഇന്നലെ രാത്രി മുതൽ ഇസ്രയേലിന്റെ കനത്ത ആക്രമണമാണ് ഇറാന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായത്. പ്രത്യേകിച്ച് തെഹ്റാൻ വിമാനത്താവളത്തിൽ, ഒപ്പം തന്നെ അവരുടെ എണ്ണപ്പാടങ്ങളിൽ, ആണവ കേന്ദ്രങ്ങളോട് ചേർന്നെല്ലാം തന്നെ ഇസ്രയേലിന്റെ കനത്ത ആക്രമണം നടന്നിട്ടുണ്ട്. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസമാണ് ഇറാൻ ഇസ്രയേലിന്റെ പ്രതിരോധ മന്ത്രാലയത്തോട് ചേർന്ന് ആക്രമണം നടത്തിയത്. ഇതിന് തിരിച്ചടിയായിക്കൊണ്ട് ഇറാന്റെ പ്രതിരോധ മന്ത്രാലയത്തിലും നേരിട്ട് തന്നെ ഇസ്രയേലിന്റെ മിസൈൽ ആക്രമണം പതിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെ ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച ഇറാന്റെ ആക്രമണം ഇന്ന് പുലർച്ചെ വരെ ഇപ്പോഴും നീണ്ടു നിൽക്കുകയാണ്. അതിൽ എടുത്തു പറയേണ്ട കാര്യം, 7 മരണങ്ങൾ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2 ഭാഗങ്ങളിലായിട്ടാണ് ആക്രമണം നടന്നത്. ഒന്ന് തെൽ അവീവിൽ നേരിട്ടും, അതായത് സെൻട്രൽ തെൽ അവീവിലും, മറ്റൊന്ന് ഹൈഫ പ്രദേശത്തുമാണ്. ഹൈഫ പ്രദേശത്ത് നടന്ന ആക്രമണത്തിൽ 3 പേരും ഒപ്പം തന്നെ ഏതാണ്ട് 20-ലധികം പേർക്കുമാണ് പരിക്കേറ്റതെങ്കിൽ, ഇന്നിപ്പോൾ പുലർച്ചെ ഏതാണ്ട് ഇന്ത്യൻ സമയം 7 മണിയോട് കൂടി നടന്ന ആക്രമണത്തിൽ ഉണ്ടായത് കനത്ത നാശമാണ്. എന്ന് വെച്ചാൽ ഏതാണ്ട് 4 പേർ അതിൽ മാത്രം മരണപ്പെട്ടു. ഇതോടുകൂടി മരണസംഖ്യ 7 ഉയർന്നു. മാത്രമല്ല, ആകെ ഇന്നലെ രാത്രി മുതൽ ഇതുവരെ നടന്ന ഇറാന്റെ ആക്രമണങ്ങൾ ഏതാണ്ട് 200-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇന്നിപ്പോൾ പുലർച്ചെ നടന്ന ആക്രമണത്തിൽ മാത്രം ഏതാണ്ട് 200-ലധികം പേർക്ക് മാത്രം പരിക്കേറ്റു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഇസ്രായേലി മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. അതിൽ തന്നെ ഒരു മിസൈൽ നേരിട്ട് തന്നെ ഇവിടെ കെട്ടിടത്തിൽ പതിച്ചിട്ടുണ്ട്. അതിൽ 35 പേരെ അവിടെ കാണാനില്ല. ഇസ്രായേലിന്റെ 35 പൗരന്മാരെ കാണാനില്ല എന്നുള്ളത് സിവിൽ ഡിഫൻസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഈ കെട്ടിടത്തിലേക്ക് അവർക്ക് കയറാൻ കഴിയാത്ത സാഹചര്യം കൂടിയുണ്ട്. എന്നുവെച്ചാൽ ആ ബിൽഡിംഗ് ഒന്നടങ്കം താഴേക്ക് പതിക്കുന്ന നിലയിലേക്ക് മിസൈൽ ആക്രമണം നടന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇരു കൂട്ടരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ കനത്ത പ്രഹരം 2 കൂട്ടരും ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ എടുത്തു പറയേണ്ടത് ഇറാന്റെ മിസൈൽ കപ്പാസിറ്റി തന്നെയാണ്. കാരണം അവരുടെ ഇസ്രായേലിന്റെയും US-ന്റെയും പ്രതിരോധ സംവിധാനമാണ് ഇസ്രായേലിന് സുരക്ഷാ കവചം ഒരുക്കുന്നത്. അതിനെ തകർത്തുകൊണ്ടാണ് കഴിഞ്ഞ രാത്രി മുതൽ നിരവധി മിസൈലുകൾ ഇസ്രായേലിന്റെ വിവിധ ഭാഗങ്ങളിൽ നേരിട്ട് പതിച്ചത്. അതിൽ 2 ഇടങ്ങളിൽ അവരുടെ ഹൈഫയിൽ പതിച്ച മിസൈൽ അവരുടെ ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച മിസൈലാണ്. ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ കാഷ്വാലിറ്റി ഉണ്ടാക്കിയ, കൂടുതൽ മരണവും ഒപ്പം തന്നെ 200-ലേറെ പേർക്ക് പരിക്കേൽക്കാനും ഇടയായ സെൻട്രൽ തെൽ അവീവിലെ ആക്രമണത്തിൽ അവർ ഉപയോഗിച്ച മിസൈലിന്റെ പേര് കാസിം സുലൈമാനി എന്ന ഇസ്രായേൽ വധിച്ച ഇറാന്റെ നേതാവിന്റെ പേരിലാണ്. ആ മിസൈൽ പതിച്ചാണ് ഇത്രയധികം കാഷ്വാലിറ്റി ഉണ്ടായിട്ടുള്ളത്. ഈ തരത്തിൽ ഇസ്രായേലിന്റെ സുരക്ഷാ കവചങ്ങളെ മറികടന്നുകൊണ്ട് ഇസ്രായേലിലേക്ക് ഇപ്പോഴും ഇറാന്റെ മിസൈൽ എത്തുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭീഷണിയാണ്. ഇതിന് തൊട്ടു പിന്നാലെ കഴിഞ്ഞ 48 മണിക്കൂറിനിടെ നിരവധി തവണ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കുവാൻ വേണ്ടി ഇസ്രായേൽ US-ന്റെ സഹായം തേടിയിട്ടുണ്ട്. അതിലവർ പറഞ്ഞത്, ഇറാൻ ഒരുക്കി വെച്ചിരിക്കുന്ന ആണവ കേന്ദ്രങ്ങളെ ഒറ്റയ്ക്ക് ആക്രമിക്കുക എന്നുള്ളത് തങ്ങളുടെ സൈനിക ശേഷിക്ക് കഴിയുന്ന കാര്യമല്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇവർ ഈ ആക്രമണത്തിന് വേണ്ടി US-ന്റെ പിന്തുണ തേടിയത്. അതിന് US നൽകിയ മറുപടി, ഇപ്പോൾ നേരിട്ട് ഇസ്രായേലുമായി ഒരുമിച്ച് ഇറാനെതിരെ യുദ്ധം ചെയ്യുക സാധ്യമല്ല എന്ന് കൃത്യമായി തന്നെ US അവരോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ വീണ്ടും വൈറ്റ് ഹൌസ് വക്താവും ഒപ്പം തന്നെ വൈറ്റ് ഹൌസ് ഒഫീഷ്യൽസും ഇക്കാര്യം വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. അതായത് നേരിട്ട് യുദ്ധത്തിലേക്ക് പോകാൻ ഇപ്പോൾ കഴിയില്ല എന്ന് US കൃത്യമായി പറയുന്നുണ്ട്. ഫലത്തിൽ ഇത് ഇസ്രായേൽ ഇറാൻ യുദ്ധമായിട്ട് നേരിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇസ്രായേൽ നേരത്തെ ആഗ്രഹിച്ചിരുന്ന ഒരു പിന്തുണ US-ൽ നിലവിലെ സാഹചര്യത്തിൽ ലഭിക്കാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം, ഏതെങ്കിലും നിലക്ക് US നേരിട്ട് യുദ്ധത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇറാൻ നേരത്തെ തന്നെ ആവർത്തിച്ചതാണ്